ഹായ് ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടതുപോലെ ജംഗ്ഷൻപൂർ ഇറങ്ങിയിട്ടോ. കുറച്ചങ്ങോട്ട് നടന്നപ്പോഴേ അത്രക്കും തിരക്കായിട്ടോ. ഇത്രയും തിരക്ക് ഞാൻ റീലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ ബ്രിഡ്ജിന്റെ മുകളിലേക്കൊക്കെ നോക്കി എന്താ തിരക്കുന്നു. അങ്ങനെ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഈ കാണുന്ന ഓട്ടോക്കാരൊക്കെ നല്ല സ്നേഹത്തോടെ വിളിക്കിട്ടോ. അതിലൊന്നും ഒരിക്കലും കയറില്ലോ. ഒരു പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും. നമ്മളെ മറ്റേ എനിക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള റൂട്ടൊക്കെ പറഞ്ഞു തന്നിട്ടിരിക്കട്ടോ. ആളെടുത്ത് മെയിനാന്ന് തോന്നി. കുറച്ചായി ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അറിയേ. അങ്ങനെ എനിക്ക് പോകേണ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചോമ്പ് പോയിട്ടോ. എനിക്കന്ന് നല്ല വിശപ്പുണ്ട് കേട്ടോ. അവിടെയുള്ള ഹോട്ടലിലെ ഫുഡൊന്നും നമുക്ക് പെട്ടെന്ന് പിടിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നേരെ പോയി നമ്മളെ KFCയിലേക്ക്. അതാകുമ്പോൾ എവിടെയായാലും ഒരേ ടേസ്റ്റ് ആണല്ലോ. അവിടെ എത്തിയപ്പോഴാണ് അവര് പറയുന്നത് ഇത് തുറക്കാൻ 9 മണിയാവുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ പോയി റൂം എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് പോയി ഫുഡ് കഴിക്കാന്ന്. നമ്മൾ ആദ്യം പോയത് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലോട്ടാട്ടോ. പക്ഷെ അവിടെ റൂമൊന്നും ഇല്ലാന്ന് കേട്ടപ്പോൾ ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ഞാൻ ഒരുപാട് നടന്ന് ഈ കാണുന്ന ലോഡ്ജിലെത്തി. അങ്ങനെ ആളെന്റെ പേരും നെയിമും അഡ്രസ്സും ഒക്കെ എഴുതിയെടുത്തിട്ടു. ആദ്യം ആളെ എനിക്ക് ഇതാ ആ കാണുന്ന റൂമാട്ടോ കാണിച്ചത്. അത് ഭയങ്കര ലക്ഷറിയാണ്. ഞാൻ പറഞ്ഞേട്ടാ എനിക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയാൽ മതി. ആളെ എനിക്ക് വേറൊരു റൂം സെറ്റ് ആക്കി തന്നിട്ടോ. ഫ്രഷ് ആവാൻ മാത്രം ആയതുകൊണ്ട് എനിക്ക് ഈ റൂമാട്ടോ തന്നത്. ഓക്കെ ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ലാണ്ട് എന്തിനാണ് ഈ അൽമര അല്ലേ. പക്ഷെ പിന്നെയാണ് ഞാൻ ഈ കാർട്ടൺ കാണുന്നത്. അപ്പൊ എനിക്ക് ചെറിയൊരു പേടി. അപ്പൊ ഞാൻ അവിടെ ഒക്കെ ഒന്ന് നോക്കിയിട്ടു. ഒരു ധൈര്യത്തിന് ബാത്റൂമൊക്കെ നീറ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം കുളിച്ച് ഫ്രഷ് റൂമിൽ നിന്ന് നേരെ ഇറങ്ങിട്ടോ. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ മുഴുവൻ ആൾദൈവങ്ങളാണ് കേട്ടോ. ഇവിടെ ഉള്ളവനാണെങ്കിൽ ഒടുക്കത്തെ വിശ്വാസം. അങ്ങനെ ഇവിടുത്തെ ലിഫ്റ്റ് വർക്ക് ആവാത്തതുകൊണ്ട് ഞാൻ നേരെ പോയി സ്റ്റെപ്പ് ഇറങ്ങി ലോഞ്ചിലെത്തിട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ എവിടെ നോക്കിയാലും ദൈവങ്ങളാണ് കേട്ടോ. ഇവിടെ 2 മണിക്കൂറിന് 300 രൂപ കേട്ടോ ആളിനോട് വാങ്ങിച്ചത്. 2 മണിക്കൂറിന് 300 ഒക്കെ ഉണ്ടോ ആർക്കറിയാം. ഞാൻ എന്തായാലും ആ പൈസയും കൊടുത്ത് നേരെ പുറത്തിറങ്ങിട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ താമസ ഹോട്ടലിൽ. അതിന്റെ തൊട്ടടുത്ത് വേറെ ഇട്ടോ. അവിടെ ഞാൻ പോയില്ല. ആ പോകുന്ന 2 ആൾ ഓയോകളാട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് മെട്രോയിലേക്കാട്ടോ. അവിടത്തെ എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരിക്കാട്ടോ. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞാൻ നേരെ അകത്ത് കയറിട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട വണ്ടി വന്നപ്പോൾ ഞാൻ നേരെ പോയത് മസ്ജിദിലേക്കാട്ടോ. അങ്ങനെ അവിടെ പോയിറങ്ങി ഞാൻ നേരെ പോയത് ഫുഡ് കഴിക്കാനാട്ടോ. അവിടെ ഒരു മലയാളി ഹോട്ടലുണ്ട്. ഇവിടെ എവിടെയോ ആണ്. ഞാൻ പറയണ കേട്ടോ വിചാരിക്കും ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അല്ലട്ടോ ഗൂയ്സ്, എനിക്ക് ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവർ പറയുന്ന പോലെ ഞാൻ അങ്ങ് പോയി നോക്കാണ്. അങ്ങനെ അവസാനം ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടോ. ഞാൻ ഓർഡർ ചെയ്ത് ചോറും കറിയാണ് കേട്ടോ. മലയാളി ഹോട്ടൽ മാത്രമല്ല കേട്ടോ. ഇവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം സ്റ്റുഡൻസും മലയാളികളാണ് കേട്ടോ. ഒരു ചോറും കറി കഴിക്കുമ്പോഴത്തേക്ക് 213 രൂപയായിട്ടോ. നാട്ടിലാണ് ഒരു 70 രൂപയാവും. ഞാൻ അവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ച് നേരെ ഇറങ്ങിട്ടോ. വീണ്ടും പോയത് മെട്രോയിലോട്ടാണ് കേട്ടോ. അവിടെ നമ്മൾ നേരെ അടുത്ത ടിക്കറ്റ് എടുത്ത് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത വണ്ടി കയറിയിട്ടോ. ഫുള്ള് തിരക്കാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. അങ്ങനെ ഞാൻ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. അവിടെ ഇറങ്ങിയിട്ടോ. ഇനി എങ്ങോട്ടാ പോകണം എന്തിനാ പോകണമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. അടുത്ത വീഡിയോ മൊത്തം പ്രശ്നമാണ് കേട്ടോ. ഓക്കെ.